അല്ല നിങ്ങളെന്താ വിളിക്കാഞ്ഞേ? ഓര് വിളിച്ചിട്ടൊന്നുമില്ല അവിടുന്ന്. ഓക്കെ ഇനി ഒരു അന്വേഷിച്ച് ഇവിടൊക്കെ അന്വേഷിച്ചൊക്കെ പോയതാ. റെഡിയാണ്, നമുക്ക് ചെയ്യാന്നാ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആരോ അല്ല മുടങ്ങാനുള്ള എല്ലാ പഴുതും അടച്ചാണ്ടാണല്ലോ നമ്മൾ ഇതിന് ഇറങ്ങിയത്. പിന്നെ ഇങ്ങനെ ഇതുമ്മൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്താ? അതിൻ്റെ യഥാർത്ഥ കാരണം എന്താ? സംഭവം ശരിയാ. നമ്മൾ അത്യാവശ്യം എല്ലാ പഴുതും അടച്ചു. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിന്. ശരിക്കും നമ്മൾ അടച്ചിട്ടില്ല. എനിക്ക് ഭക്തി കുറവാണ് എന്നപ്പോൾ പറഞ്ഞത്. ഭക്തിയൊക്കെ മനസ്സിലല്ലേ, അതൊക്കെ പുറത്തേക്ക് കാട്ടി നടക്കാൻ. അല്ല അങ്ങനല്ല, ഭക്തി മനസ്സിലാണെങ്കിലും ഇത് ആളുകൾക്ക് മനസ്സിലാവണമല്ലോ. അപ്പം അതിൽ ചെറിയൊരു ശ്രദ്ധ വേണം. ഭക്തി എനിക്കും ഇങ്ങൾക്കൊക്കെ ഒരേ മാതിരിയല്ലുള്ളൂ. ഇപ്പം ഞാൻ അതിൻ്റെ അടുത്ത ഒരു എക്സ്ട്രാ കാട്ടണ്ടേ? നല്ലൊരു സൗണ്ട് സിസ്റ്റവും ഒരു ഫോണൊക്കെ വാങ്ങിയിട്ട് രാവിലെ വൈകുന്നേരമൊക്കെ നല്ല ക്ലാസ് ഇങ്ങനെ പുറത്തൊക്കെ ഇട്ടു. അപ്പോൾ ആളുകൾക്ക് തോന്നും എനിക്കും ഭക്തി ഉണ്ട്. അല്ലാതെ പൻ്റെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നോടൊരു കാര്യം പറയണ്ടേ? എടുക്കാൻ പോണേ? പണിയുണ്ട്, ഞാൻ ഒറ്റം വരുന്നുണ്ട്, എന്നെ കാത്തിക്കാണ്. നല്ല ജി ഇന്ന് പോലെ എവിടേക്കും പോലെ എനിക്ക് ഒരു ആവശ്യമുണ്ട്. കുറിയൊക്കെ ആളുണ്ട്, എനിക്ക് അത് കുറിക്കോ പൈസ കൊടുക്കണ്ടോ? എൻ്റെ കുറി പൈസ അല്ലേ, അത് ഞാൻ തരാം. ജയ് ഒരു ഉപകാരം ചെയ്യണം. അതെ, ഇന്നലത്തെ ആ കല്യാണം പിന്നെ മുടങ്ങിന്. പോയോ? അത് പോയിന്. അപ്പോൾ വേറൊരു ടീം എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്നോ? അപ്പോൾ ഞാൻ ഒരു അന്വേഷണത്തിനാണ് വരുന്നത്. അപ്പോൾ ഈ ഓലോടെ ഒന്ന് കാര്യമായിട്ട് കാര്യങ്ങൾ പറയണം. അതേ പറയൂടാ, ഇവിടുന്ന് ഒടുക്കും പോവരുത്. അതിനാണ് എൻ്റെ ഇന്നത്തെ പണിക്കൂലി മൊത്തം ഞാൻ സെറ്റാക്കിക്കോളും. ആയിക്കോട്ടെ, ഇത് ആ വിഷയമല്ല. വേറെ കൂലി തന്നിരിക്കുന്നു, കുഴപ്പമില്ല, ഞാനത് ശരിയാക്കിക്കോളാം. വേറെ ആൾക്കാരെ കജ്ജി പോലെ കിട്ടരുത്. ഞാൻ നോക്കിയോളാം. അപ്പോളേ ഈ ദീനീബോധമൊക്കെയാണ് പ്രശ്നം. ഇതൊരു കാര്യം ചെയ്യണം. ഇപ്പോൾ ഏതായാലും എനിക്ക് കുറച്ച് ദീനീബോധം കൂടി. എനിക്കറിയാം. ദീനീബോധത്തിൻ്റെ ഞാൻ കേൾക്കണ്ടേ, അതിൻ്റെ സൗണ്ട് ലേസം കുറക്കണം. അതൊക്കെ ഞാൻ കുറക്കാം. അങ്ങനത്തെ നമ്മളെ അയലക്കത്തൊക്കെ നല്ല പുറത്തൊക്കെ കേൾക്കണ്ടേ, അതുകൊണ്ട് ലേസം ഒന്ന് കുറച്ചാളാം. ഓക്കെ അല്ലേ? അത് ഞാൻ നോക്കിയോളാം. അടച്ച് വിഷയം അടച്ചായിട്ട് പോയിക്കോ. ഞാൻ എവിടെടാ? ഇതൊരു പാട് നേരമായി. ഇവിടെ പോകാനായിട്ട് വെച്ചാൽ പിന്നെ വെള്ളം തീ കൊടുന്നാ, ജ്യൂസ് എന്തെങ്കിലും വാങ്ങി കൊടുന്ന ഇവിടെ പോകണ ആ നേരത്തെ കാര്യമാണെങ്കിൽ ആരെയും വന്ന് ചാടല്. ആരെയും മുന്നേ ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത പണിയൊക്കെ വെറുതെ ആവില്ലേ? എന്തെങ്കിലും കൊണ്ട് ആരെങ്കിലും കൊടുത്തേക്ക്. ജീപ്പ് കൊണ്ട് വരണമൊന്നുമില്ല കേട്ടോ. അവിടെ ഒരാൾ ഇരിക്കണ്ട, ആരോട് ചോദിച്ചു നോക്കാം. അത് കാക്ക, ഈ തായക്കോട് ഇസ്മായിലിൻ്റെ വീട് ഇവിടെ അറിയോ? നമ്മുടെ അടുത്താണ്. ഇവിടെ അടുത്ത് 2 വീട് അങ്ങ് പുറത്താ. 2 വീട് അങ്ങനെ? ആളെങ്ങനെ? കല്യാണാലോചന കേട്ടോ. അല്ല സാമ്പത്തികമായിട്ട് എങ്ങനെ? കുഴപ്പമില്ല. ഒരു നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചുറ്റുപാടുള്ള ടീമാണ്. ഈ മതപരമായിട്ട് നിസ്കാരം നോക്കുമ്പോൾ മതപരമായിട്ട് ഉഷാറാട്ടോ. രാവിലും വൈകുന്നേരം ഒക്കെ നമ്മളെ വീട്ടിൽ കേക്കലിൻ്റെ ഓൻ്റെ ഒത്തുപാട്ടും ഒക്കെ ശരിക്കും നമ്മളെ വരെയൊക്കെ. ഓൻ്റെ ഒത്തുപാട്ടോ? ഇല്ല, രാവിലെ യൂട്യൂബിൽ ഉണ്ടല്ലോ. രാവിലെ വൈകുന്നേരമുള്ള നമ്മള് കേൾക്കണല്ലോ. വീട്ടിൽ കേൾക്കലുണ്ട്. ആയിക്കോട്ടെ, നമ്മള് നോക്കിയെന്നാ വണ്ടി നമുക്ക് ശരിയാവില്ല. എന്താ തിരിച്ചു പോണെന്തേ? പോയി കയറി പോണില്ലേ? അല്ല, അത് വേണ്ട, നമുക്ക് ശരിയാവില്ല. അതിന്റെ പ്രശ്നം എന്തേ? അല്ല, അത്ര ഭക്തിയുള്ള പോലെ വീട്ടിൽ പങ്ങൾ പോയില്ല. പങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ രാവിലെയും വൈകുന്നേരം ഭക്തി ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. ഓക്കെ എന്നാ.